ഹായ്. അപ്പോൾ LBSന് അപ്ലൈ ചെയ്ത കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഫസ്റ്റ് തന്നെ നമ്മുടെ LBSൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കിട്ടും. അപ്പൊ മെയിൻ ആയിട്ട് ഈ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് നിങ്ങൾ മറന്നു പോകാതിരിക്കുക. അപ്പൊ എവിടെയെങ്കിലും അത് നോട്ട് ചെയ്ത് വെക്കണം. കാരണം പിന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ പുറകെ ഒരുപാട് പ്രൊസീജിയേഴ്സ് വരുന്നുണ്ട്. എന്തൊക്കെ വരുന്നുണ്ട്, ലൈക്ക് എന്താണ്, എഡിറ്റിംഗ് ടൈം അവർ തരും. നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ, അലോട്ട്മെന്റ്സ്, അങ്ങനെ പിറകെ ഒരു കുറെ അധികം പ്രൊസീജിയേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ വരുന്ന നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് ടൈം. അപ്പോൾ അവർ ഒരു ഫിക്സഡ് ഡേറ്റ്, ഒരു ഫിക്സഡ് ടൈം തരും എന്ത് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾ സബ്മിറ്റ് ചെയ്തതിൽ എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്യാം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം അവർ അലോട്ട് ചെയ്യും. അപ്പൊ ഈ സമയത്ത് ഇപ്പം ഒരു 2-3 ദിവസമായിരിക്കും അവർ അലോട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ദിവസത്തിനുള്ളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് എഡിറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുമ്പം സാധാരണഗതിയിൽ എത്ര, നമ്മുടെ സാധാ ഒരു ജനറൽ കാറ്റഗറിയിലൊക്കെ ആണെങ്കിൽ ഒരു 800 രൂപയും SC/ST കാറ്റഗറിയിൽ ഒരു 400 രൂപയൊക്കെയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഇനി എഡിറ്റിംഗ് ടൈമിന് ശേഷമാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ 3 റാങ്ക് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്യുന്നത്. അത് ഒന്നാമത്തെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നഴ്സിംഗും പിന്നെ പാരാമെഡിക്കൽ കോഴ്സസും എക്സെപ്റ്റ് ഏതൊക്കെ, ഈ BA SLPയും പിന്നെ ബാച്ചിലർ ഓഫ് പ്രോസ്തെറ്റിക് ആൻഡ് ഓർത്തോപീഡിക്സ്, ഈ രണ്ട് പാരാമെഡിക്കൽ കോഴ്സസ് ഒഴികെ ബാക്കി എല്ലാ പാരാമെഡിക്കൽ കോഴ്സും അതേപോലെ തന്നെ നഴ്സിംഗിന്റെയും റാങ്ക് ലിസ്റ്റ് ആണ് ഒന്നാമത് പബ്ലിഷ് ചെയ്യുന്നത്. ഇനി രണ്ടാമത് പബ്ലിഷ് ചെയ്യുന്ന റാങ്ക് ലിസ്റ്റ് ഈ BA SLPന്റെ ആയിരിക്കും. മൂന്നാമത് ഓഫ് പ്രോസ്തെറ്റിക് ഓർത്തോപീഡിക്സിന്റെ റാങ്ക് ലിസ്റ്റും ആയിരിക്കും. അങ്ങനെ ഈ 3 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുന്നത്. മീൻസ് എന്താണ്, നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കോളേജസ് സെലക്ട് ചെയ്യുന്ന ഒരു ഘട്ടമാണ് ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വയസ്സായിട്ട് നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ട ഒരു ഫേസ് ആണ് ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം ഒട്ടുമിക്ക കുട്ടികളും എന്ത് ചെയ്യും, ഇഷ്ടമുള്ള കുറച്ച് കോളേജ് മാത്രം വെക്കും. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് എവിടെ കിട്ടുമെന്ന് ഒരു പിടുത്തവും കാണത്തില്ല. നമ്മുടെ ഇപ്പം ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു കണക്ക് പറയാനായിട്ട് പറ്റും. ഇപ്പൊ കുട്ടികൾ അപ്ലൈ ചെയ്ത കുട്ടികളുടെ എണ്ണവും അവരുടെ മാർക്കും ഒക്കെ ബേസ് ചെയ്ത് എല്ലാം മാറും. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഒരുപാട് മാറ്റം ഇപ്രാവശ്യവും വരാം. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രവചനം നടത്താനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള കുറെ കോളേജസ്, അപ്പം ആദ്യം ഗവൺമെന്റ് കിട്ടാൻ താല്പര്യമുള്ള കുട്ടികൾ ഗവൺമെന്റ് വെച്ചിട്ട് അതിന് പുറകെ എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള കോളേജ് എല്ലാം സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഓപ്ഷനൊക്കെ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും, പിന്നെ വരുന്നതാണ് ട്രയൽ അലോട്ട്മെന്റ്. അപ്പൊ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ചെയ്യാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു കൺസൈസ് ചെയ്ത് പറയുകയാണ്. അപ്പൊ അടുത്തത് വരുന്നതാണ് ട്രയൽ അലോട്ട്മെന്റ്. അപ്പൊ ട്രയൽ അലോട്ട്മെന്റിന്റെ സമയത്ത് നമ്മൾ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ വെച്ചതിൽ ഏതെങ്കിലും കോളേജ് നമുക്ക് കയറി വരും. അപ്പൊ ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വെച്ച ഓപ്ഷൻ നമുക്ക് റീഅറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. മീൻസ് താഴെയുള്ള കോളേജ് വേണമെങ്കിൽ എടുത്ത് മുമ്പിലെടുത്ത് താഴെ വെക്കാം. അങ്ങനെയുള്ള അറേഞ്ച്മെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ട്രയൽ അലോട്ട്മെന്റിന്റെ സമയത്ത് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഫസ്റ്റ് അലോട്ട്മെന്റ്. ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ടോക്കൺ ഫീസ് അടയ്ക്കണം. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ LBS പറയുന്ന ടോക്കൺ ഫീസ് എന്ന് പറഞ്ഞാൽ 25,000 രൂപയാണ്. ഈ 25,000 രൂപ മസ്റ്റ് ആയിട്ട് നമ്മൾ അടയ്ക്കണം. മീൻസ് ഇപ്പൊ ഏതെങ്കിലും കോളേജ് നമുക്ക് കിട്ടുവാണെങ്കിൽ, നമ്മൾ വെച്ച കോളേജ് ഏതെങ്കിലും കിട്ടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, LBSലേക്ക് ഈ 25,000 രൂപ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അടച്ചിരിക്കണം. അപ്പൊ അടച്ചില്ലെങ്കിലുള്ള ഒരു കാര്യം എന്താണ്, നമ്മുടെ ഓപ്ഷൻ ഫുള്ളായിട്ട് ക്യാൻസൽ ആയിപ്പോവും. അപ്പൊ നമുക്ക് അഥവാ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ ഫീസ് അടയ്ക്കേണ്ട, നമ്മൾ അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി കാത്തിരിക്കണം. അപ്പൊ അഥവാ നമുക്ക് ഏതെങ്കിലും കോളേജ് കിട്ടുവാണെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ 25,000 രൂപ ടോക്കൺ ഫീസ് അടച്ചിരിക്കണം. അലോട്ട്മെന്റിൽ എന്നിട്ട് നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. പക്ഷെ എന്ത് വെച്ചാൽ ഈ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമുക്കൊരു കോളേജ്
കോളേജ് വന്നു കഴിഞ്ഞാൽ അതിന്റെ പിറകോട്ടുള്ള കോളേജ് എല്ലാം ക്യാൻസൽ ആയി പോകും. ഹയർ ഓപ്ഷൻ മാത്രമേ പിന്നെ അതിനകത്ത് കൺസിഡർ ചെയ്യുള്ളൂ. അതിന്റെ താഴോട്ടുള്ള ഓപ്ഷൻ മൊത്തം എന്ത് ചെയ്യും, ക്യാൻസൽ ആയി പോകും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ട്രയൽ അലോട്ട്മെന്റിന്റെ സമയത്ത് ഇതെല്ലാം ശ്രദ്ധിക്കണം. നമ്മൾ വേണ്ടുന്ന കോളേജ് എടുത്ത് മുമ്പിൽ തന്നെ വെക്കണം. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. കാരണം എനിക്കന്ന് അറിയത്തില്ലായിരുന്നു. എനിക്ക് വെച്ച ആള് എന്ത് ചെയ്തു, ഗവൺമെന്റ് വെച്ചിട്ട് പിന്നെ എന്റെ അടുത്തുള്ള എനിക്ക് വേണ്ടുന്ന കോളേജ്, എന്റെ മിസ്റ്റേക്കും കൂടെയാണ്, എടുത്ത് താഴെ കൊണ്ടുവച്ചിട്ട് ഞാൻ പഠിക്കുന്ന കോളേജ്, ഇത് നല്ല കോളേജൊക്കെയാണ് എങ്കിലും എന്ത് ചെയ്തു, അതെടുത്ത് 8ാമതായിട്ട് വെച്ചു. എന്ന് പറയാൻ അന്ന് 7 ഗവൺമെന്റ് കോളേജ് ഉണ്ടായിരുന്നുള്ളൂ. 7 ഗവൺമെന്റ് കഴിഞ്ഞിട്ട് 8ാമത് ആ കോളേജ് വെച്ചു. സ്വാഭാവികമായിട്ട് എനിക്ക് 8ാമത്തെ കോളേജ്, ഞാൻ പഠിച്ച കോളേജ് തന്നെ കയറി വരികയും ചെയ്തു. അപ്പോൾ നിങ്ങൾ ട്രയൽ അലോട്ട്മെന്റിന്റെ സമയത്ത് അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടുവാണെങ്കിൽ 25,000 രൂപ അടയ്ക്കണം. അഥവാ കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടി കാത്തിരിക്കണം. അപ്പം ഈ ഫീസ് ഉറപ്പായിട്ട്, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 25,000 രൂപ ഉറപ്പായിട്ടും അടച്ചിരിക്കണം. എങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റ് ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടാത്ത ആളാണ് സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അപ്പോഴ് ആ ടോക്കൺ ഫീസ് അടയ്ക്കുക. പിന്നെ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാനായിട്ട് വിളിക്കും. ഇപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ സമയത്ത് നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടി, അപ്പോഴ് ടോക്കൺ ഫീസും അടച്ചു, നിങ്ങൾക്ക് ആ കോളേജ് മതിയെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി ഓപ്ഷൻസ് എല്ലാം ക്യാൻസൽ ആക്കി കളയണം. അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ ആ കോളേജ് പോയിട്ട് അതിന്റെ ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് കയറി വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ആ കോളേജ് തന്നെ മതിയെങ്കിൽ പിന്നെയുള്ള കോളേജ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ക്യാൻസൽ ആക്കി കളയണം. ഇനി അത് അല്ല, നിങ്ങൾക്ക് വേറൊരു കോളേജാണ് വേണ്ടുന്നെങ്കിൽ, അതിന്റെ മുകളിലോട്ടുള്ള വേറൊരു കോളേജ് ആണെങ്കിൽ അതവിടെ കിടക്കട്ടെ. പിന്നെ നിങ്ങൾ ക്യാൻസൽ ചെയ്യാനായിട്ട് പോകണ്ട. പിന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ കിട്ടുമ്പോൾ അതിന്റെ താഴോട്ടുള്ള കോളേജ് എല്ലാം എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ക്യാൻസലായി പോവും. പിന്നെ ഹയർ ഓപ്ഷൻ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഇനി സെക്കൻഡ് അലോട്ട്മെന്റ് ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് ഇതേപോലെ ഒരു കോളേജ് കിട്ടിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയവരാണെങ്കിൽ ഇനി വീണ്ടും ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. സെക്കൻഡ് അലോട്ട്മെന്റിൽ പുതിയതായിട്ട് കിട്ടിയവരാണെങ്കിൽ ടോക്കൺ ഫീസ് അടയ്ക്കണം. പിന്നെ കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടത് ഈ സമയത്താണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, കോളേജിൽ നിന്ന് ഒരു ഡേറ്റ് പറയും. എന്താണ്, ഇപ്പൊ ഒരു 3-4 ദിവസം അഡ്മിഷൻ എടുക്കാനുള്ള ഒരു ദിവസം തരും. ആ ദിവസത്തിൽ എന്ത് ചെയ്യുക, ഏതെങ്കിലും ദിവസം പോയി അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ വീണ്ടും നിങ്ങളുടെ എന്ത് ചെയ്യും, നിങ്ങളുടെ സീറ്റ് അവിടുന്ന് പോവും. അപ്പൊ എന്ത് ചെയ്യും, ടോക്കൺ ഫീസ് അടച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പോയി അഡ്മിഷൻ ഉറപ്പായിട്ട് എടുത്തിടുക. ഇപ്പൊ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജും വേണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും പോയി അഡ്മിഷൻ എടുക്കണം. മാത്രമല്ല നിങ്ങൾ എന്ത് ചെയ്യണം, ഹയർ ഓപ്ഷന് ക്യാൻസൽ ആക്കരുത്. അപ്പൊ തേർഡ് അലോട്ട്മെന്റ് വരുവാണെങ്കിൽ എന്ത് ചെയ്യും, വേറെ കയറി വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയ കോളേജ് മതിയെങ്കിൽ ക്യാൻസൽ ആക്കണം, അല്ലെങ്കിൽ അത് അവിടെ കിടക്കട്ടെ. ചിലപ്പോൾ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ വേറെ കയറി വരും. ഇനി തേർഡ് അലോട്ട്മെന്റ് ആണ് ലാസ്റ്റ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു അലോട്ട്മെന്റ്. ഇനിയിപ്പോൾ ഒരു 4th അലോട്ട്മെന്റും കൂടെ വരുമെന്ന് അറിയത്തില്ല. അപ്പൊ തേർഡ് അലോട്ട്മെന്റിൽ എന്തുവാ, നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജ് കിട്ടുവാണെങ്കിൽ ഇതേ പ്രൊസീജിയർ ചെയ്യുക. പോയി ടോക്കൺ ഫീസ് അടയ്ക്കുക, അഡ്മിഷൻ എടുക്കുക, ഇത് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു അലോട്ട്മെന്റിൽ ഫസ്റ്റ് 3 അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വിഷമിക്കേണ്ട. പിന്നെ സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു അലോട്ട്മെന്റ് വരും. എന്ന് പറയുമ്പോൾ നമ്മുടെ കോളേജസിൽ വേക്കൻസി വരുന്ന സീറ്റിന് വേണ്ടിയാണ് ഈ സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റ് നടത്തുന്നത്. ഇപ്പോൾ എങ്ങും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് വേറൊരു കോളേജിൽ കിട്ടിയിട്ടുണ്ട്, പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, വേറെ നിങ്ങൾക്ക് കിട്ടിയ കോളേജില്ല, വേറൊരു കോളേജിലോട്ടാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആ കോളേജിൽ ഇപ്പം നിങ്ങൾ നോക്കണം, ആ കോളേജിൽ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അഡ്മിഷൻ കിട്ടിയ കുട്ടിക്കായിക്കോട്ടെ കിട്ടാത്ത കുട്ടിക്കായിക്കോട്ടെ നിങ്ങൾക്ക് ഈ സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാം. പക്ഷേ അഡ്മിഷൻ കിട്ടിയ ഒരു കുട്ടി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ആ കോളേജിൽ നിന്ന് നിങ്ങൾ അഡ്മിഷൻ
അടുത്ത കോളേജിൽ NOC തരുമോന്ന് ഒന്ന് തിരക്കി വെക്കണം. അപ്പൊ NOC എന്ന് വെച്ചാൽ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ അത് ആ കോളേജിന് തരുമോന്ന് നിങ്ങൾ ചോദിക്കണം. അപ്പൊ അത് തരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ NOC വാങ്ങിച്ചിട്ട് അത് വെച്ച് നിങ്ങൾക്ക് കോളേജ് ട്രാൻസ്ഫർ ചെയ്ത് മറ്റേ കോളേജിലോട്ട് കിട്ടുവാണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് പോവാം. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ കിട്ടിയ കോളേജ് കൊള്ളത്തിൽ നിങ്ങൾക്ക് വേണ്ട എങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കല്, അഡ്മിഷൻ എടുക്കാതിരിക്കല്. നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോവാം. അഡ്മിഷൻ എടുക്കാതിരിക്കുക എന്ന് പറയുന്നത് വളരെ മണ്ടത്തരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ലാസ്റ്റ് എന്ത് ചെയ്യുക, ഒരു കോളേജും കിട്ടാത്ത അവസ്ഥയിലാവും. അതുകൊണ്ട് കിട്ടുന്ന കോളേജിൽ ആദ്യം അഡ്മിഷൻ എടുത്തിടുക. പിന്നെ ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ആ കോളേജ് വേണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻസ് അവിടെ വെച്ചേക്കുക. അപ്പോഴേക്ക് അടുത്ത അലോട്ട്മെന്റിൽ അത് കയറി വരാമല്ലോ. അല്ലാണ്ട് സ്പോട്ട് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടിയെന്ന് വെച്ചോ, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അലോട്ട്മെന്റ് കിട്ടിയിട്ടും ആ കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കുന്നില്ല. പക്ഷെ അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഡാമേജ് ഫീ എന്ന് പറയുന്ന ഒരു ഫീ ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാതിരിക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് ഒരു ഫൈനാണ് വരുന്നത്. ഡാമേജ് ഫീ എന്ന് പറയുന്ന ഒരു ഫൈനാണ്. ഈ ഫൈന് നിങ്ങളിൽ ചുമത്തപ്പെടും. കാരണം ഒരു കുട്ടിയുടെ സീറ്റാണ് അവിടെ പോണത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ നിങ്ങൾക്ക് അഥവാ നിങ്ങൾക്ക് ഇനി സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ ചെന്ന് അതിൽ അപ്ലൈ ചെയ്ത് പിന്നെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ സൈറ്റിൽ കയറി ക്യാൻസൽ ആക്കണം. സൈറ്റിൽ കയറി ക്യാൻസൽ ആക്കാതെ ഒരു കോളേജ് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാതിരുന്നാൽ നിങ്ങൾ എന്തടയ്ക്കേണ്ടി വരും, ഈ ഡാമേജ് ഫീയും അടയ്ക്കേണ്ടി വരും. അതേപോലെ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾക്ക് റീഫണ്ട് ആവത്തും ഇല്ല. മറിച്ച് നിങ്ങൾ സൈറ്റിൽ കയറി എന്ത് ചെയ്യുവാണ്, ക്യാൻസൽ ആക്കുവാണെങ്കിൽ നിങ്ങൾ ഈ അടച്ച ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾക്ക് അത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴേക്ക് വിത്തിൻ 3 months നിങ്ങൾക്കത് റീഫണ്ട് ചെയ്യും. പക്ഷെ അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, കയറി റീഫണ്ടിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ കൊടുക്കണം. അങ്ങനെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ വിത്തിൻ 3 months, ഏകദേശം ഒരു 3 months ഒക്കെയാണ് വരുന്നത്. ഈ 3 monthsനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു ഫീസ് റീഫണ്ട് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഓൾ ഓവർ വരുന്നത്. അപ്പൊ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ കയറി ആപ്ലിക്കേഷൻ കൊടുത്തു, ആ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഒരിക്കലും മറക്കാതിരിക്കുക. അത് നിങ്ങൾക്ക് ഇനി ആവശ്യമുള്ളതാണ്. പിന്നെ നമുക്ക് ഇപ്പൊ കറക്ഷൻ ടൈം വരും. അപ്പൊ ആ ഒരു കറക്ഷൻ ടൈമിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് കയറി എന്ത് ചെയ്യുക, അതെല്ലാം തിരുത്തണം. പിന്നെ എന്ത് ചെയ്യത്തില്ല, ഒരു അവസരം ഉണ്ടാവത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് വരും, പിന്നെ ഓരോ അലോട്ട്മെന്റ് വരും. അപ്പൊ അലോട്ട്മെന്റിനെയൊക്കെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോ ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ ബൈ.